നിങ്ങൾ എപ്പോഴെങ്കിലും കൂട്ടുകാരുമായി ഒരു പുതിയ ഷൂവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു യാത്രയെക്കുറിച്ചോ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ച് ഫോൺ വെച്ച് ഇൻസ്റ്റാഗ്രാം തുറന്നയുടൻ അതേ ഷൂവിൻ്റെ അല്ലെങ്കിൽ അതേ സ്ഥലത്തേക്കുള്ള യാത്രയുടെ പരസ്യം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു പേടി തോന്നും. ഇൻസ്റ്റാഗ്രാം നമ്മളെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടോ? നമ്മുടെ സംസാരം റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ഈ ചോദ്യം ലോകം മുഴുവൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഒടുവിൽ ഈ ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ CEO ആദം മൊസേരി തന്നെ നേരിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സത്യം? ഇൻസ്റ്റാഗ്രാം നമ്മെ കേൾക്കുന്നുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്, ഇല്ല. അതെ, ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ സംഭാഷണങ്ങൾ രഹസ്യമായോ പരസ്യമായോ കേൾക്കുന്നില്ല. അതിനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുമില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. അപ്പോൾ അവർ നമ്മളെ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലും ഇൻസ്റ്റാഗ്രാം എങ്ങനെ അറിയുന്നു? അതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നിങ്ങൾ തന്നെ. നിങ്ങൾ ഗൂഗിളിലോ ആമസോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലോ ഒരു സാധനത്തെക്കുറിച്ച് വെറുതെ തിരഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ആ വിവരം മെറ്റ ശേഖരിക്കും. പിന്നീട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞ അതേ സാധനത്തിന്റെ പരസ്യം നിങ്ങളെ തേടിയെത്തും. രണ്ടാമത്തെ കാരണം നിങ്ങളുടെ കൂട്ടുകാർ. ഇതാണ് ഏറ്റവും രസകരമായ കാര്യം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള അടുത്തുള്ള കൂട്ടുകാരോ ബന്ധുക്കളോ ഒരു സാധനത്തെക്കുറിച്ച് തിരഞ്ഞെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു പുതിയ ഫോൺ വാങ്ങാൻ നോക്കുകയാണ്. അധികം വൈകാതെ ആ ഫോണിന്റെ പരസ്യം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിലും വരാൻ തുടങ്ങും. മൂന്നാമത്തെ കാരണം നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പരസ്യത്തിന്റെ മുന്നിൽ അറിയാതെ 1-2 സെക്കൻഡ് നിർത്തിയാൽ മതി. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം മനസ്സിലാക്കും. അതോടെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരസ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നമ്മുടെ സംസാരം കേൾക്കുകയല്ല, മറിച്ച് നമ്മുടെയും നമ്മുടെ കൂട്ടുകാരുടെയും ഓൺലൈൻ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇതൊരു മാജിക്കോ ചാരപ്പണിയോ അല്ല, ശക്തമായ ഡാറ്റ അനാലിസിസും അൽഗോരിതവുമാണ് ഇതിന് പിന്നിൽ. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ സംശയമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.